ആ പേരും പറഞ്ഞ് ഞങ്ങളെ ആരും കാണാനും വരരുത്. ആ പഴയ കാര്യങ്ങളൊന്നും ഞങ്ങള് മറന്നിട്ടില്ല. എരിയുന്ന കനലായിട്ടിങ്ങനെ മനസ്സിൽ കിടക്കോ അന്നത്തെ അനുഭവങ്ങള്. എൻ്റെ CV കണ്ട രാജു എനിക്ക് ജോലി തന്നത്. അതാണ് ഇൻ്റർവ്യൂ ചെയ്യാതിരുന്നത്. അപ്പോൾ രാജുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. ഇത് തന്നെയാ രാധമ്മ. ഞാൻ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ കയ്യിലെടുക്കണം. എൻ്റെ കമ്പനിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാവണം ഋതു ഇവിടെ ജോലിക്ക് വന്നത്. അപ്പോൾ ഋതുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്. സാറേ 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 ദേ ഇത് മാഡത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറാണേ. സാറ് എന്നെ ഐസിയുരായിട്ട് കൊടുത്താട്ടെ. കൊടുത്തോളൂ. ആ ദാ മാഡം ഐസിയുരായിട്ട് വാങ്ങിച്ചോളൂ. ആ താങ്ക്സ്. മാഡം വരൂ വരൂ. ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ. രാധമ്മയല്ലേ രാജുന്റെ അമ്മ? ആ റോഷ്നി. അതെ. തോട്ടത്തിൽ വിശ്വാസം സാറിന്റെ മകളല്ലേ? അതെ അമ്മേ. ഓഹോ, എന്താ ഇവളെ അമ്മയെന്നൊക്കെ കയറി വിളിക്കുന്നത്? രാജുവിന്റെ പിറകെ കൂടിയിരിക്കുന്ന അടുത്ത വയ്യാവേലിയാണോ? ഒരു വക പുലിവാലുകള്. രാജുവിന്റെ കമ്പനി ഇത്രയും വലിയ കമ്പനിയാണെന്ന് ഞാൻ കരുതിയില്ല. അയ്യോ ഇത് ആരൊക്കെ? വെൽക്കം വെൽക്കം വെൽക്കം. സാറിന്റെ അമ്മയ്ക്കും ചേച്ചിക്കും വെൽക്കം. വരൂ വരൂ. എന്താ അവിടെ നിന്ന് കളയുന്നത്? വരൂ വരൂ വരൂ. സ്വാമിയുടെ ഒരു കാര്യം. അതെ.
എന്റെ അച്ഛൻ എന്താ ചെയ്തോളെ? ഋതു മിണ്ടരുത് നീ. എനിക്കെന്റെ അച്ഛനെ മതി. രാജുവിനെ എനിക്ക് വേണ്ട. രാധമ്മേ, മിണ്ടിപ്പോരുത്. ആരാടി നിന്റെ രാധമ്മ? പ്രിയച്ചി. പ്രിയ ചേച്ചിയോ? ഏത് പ്രിയ ചേച്ചി? ആരാടി നിന്റെ പ്രിയ ചേച്ചി? ഇവിടെ നിന്റെ പ്രിയ ചേച്ചി രാധമ്മയോ ഒന്നുമില്ല. ആ പേരും പറഞ്ഞ് ഞങ്ങളെ ആരും കാണാനും വരരുത്. ആ പഴയ കാര്യങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. എരിയുന്ന കനലായിട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കോ അന്നത്തെ അനുഭവങ്ങള്. പേപ്പട്ടികളെ ഓടിച്ചു വിടും പോലെയല്ലേ നീ നിന്റെ വീട്ടുകാരും കൂടി അന്ന് ഞങ്ങളെ എറിഞ്ഞോടിച്ചത്. മറക്കില്ലടി. അതൊക്കെ മറന്നാ പിന്നെ എങ്ങനെ വാശിയോടെ ജീവിക്കാൻ പറ്റും? അപ്പൊ അത് ശരി, ഇവരായിരുന്നു രാജുവിന്റെ വൈഫ്. കൃത്യസമയത്ത് തന്നെ ഇവർ തിരക്കി വന്നല്ലോ. എന്താടി ശോക നായികയെ പോലെ വിങ്ങി വിതുമ്പി നിൽക്കുന്നേ? നിന്റെ അത്തരം അഭ്യാസങ്ങളൊന്നും ഇനി ഇവിടെ ചെലവാവില്ല. അതൊക്കെ ഞങ്ങൾ കുറെ കണ്ടതാ. കാശില്ലാത്തതിന്റെ പേരിൽ ഒത്തിരി നാണം കെട്ടവരാ ഞങ്ങള്. ജീവിക്കാൻ മാത്രം കാശ് മതിയെന്നാ ഞങ്ങള് കരുതിയത്. ദാരിദ്ര്യമുള്ളവരാണെന്ന് പറഞ്ഞു എന്തെല്ലാം നാണം കെടലുകളാ ഉണ്ടായത്. നീ പിന്നെ എന്തിനാടി എന്റെ മകന്റെ പിന്നാലെ വരുന്നേ? ചത്തോടെ നിനക്ക്.